എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്ന ആളുകൾ വലിയ വിജയ പ്രതീക്ഷയോടുകൂടിയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ വിജയത്തിലേക്ക് എത്തുന്നതിന് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു 8 കാര്യങ്ങളെ പറ്റിയാണ്. അതൊരു 8 പീകളായിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഈ 8 പീയുടെ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ ഓരോ പീകളും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. കാരണം ഞാനിതിലെ 8ാമത്തെ പി ആദ്യം ഒന്ന് പറയുകയാണ്, പർപ്പസ്. ഓരോ ബിസിനസ്സും വിജയിക്കണമെങ്കിൽ അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരും ആ ബിസിനസ്സിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഈ പർപ്പസാണ് ശരിക്കും പറഞ്ഞാൽ മറ്റ് 7 പീകളെയും കണക്ട് ചെയ്യുന്നത്. അതായത് പ്രോബ്ലം, പ്രോസ്പെക്റ്റ്, പീപ്പിൾ, പ്രൊഡക്റ്റ്, പ്രൈസിങ് ആൻഡ് പൊസിഷനിങ്, പ്രോസസ് ആൻഡ് പെർഫോമൻസ്, പ്രോഫിറ്റ്. ഈ 7 കാര്യങ്ങളെ പർപ്പസ് എന്ന 8ാമത്തെ പി കണക്ട് ചെയ്തുകൊണ്ടാണ് ഒരു സംരംഭം ഏറ്റവും മികച്ച രൂപത്തിൽ വിജയത്തിലേക്ക് പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ അതിനു മുന്നേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, പലരും ഭഗവത്ഗീതയൊക്കെ വായിച്ചിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് കൃഷ്ണ ഭഗവാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഹൂ ആം ഐ, ആരാണ് ഞാൻ എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം അദ്ദേഹം പറയുന്നുണ്ട്. ഐ ആം ദ ത്രെഡ് ദാറ്റ് ബൈൻഡ്സ് ഓൾ ദ പേൾസ് ടുഗദർ എന്ന്. അതായത് ശരിക്കും എല്ലാ മുത്തുകളെയും കോർത്തിണക്കുന്ന ആ ഒരു ചരട് അദ്ദേഹമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഞാൻ പറഞ്ഞു വന്നത് പർപ്പസ്. ആ പർപ്പസ് എന്താണെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞാൽ ഇനി പറയാൻ പോകുന്ന മറ്റ് മുത്തുകളായ ഓരോ കാര്യങ്ങളും, അതായത് ഈ പ്രോബ്ലവും പ്രോസ്പെക്റ്റും പീപ്പിളും പ്രൊഡക്റ്റും പ്രൈസിങ്ങും പ്രോസസ്സും പ്രോഫിറ്റും ഇതിനെല്ലാം കോർത്തിണക്കുന്നത് ആത്യന്തികമായി പർപ്പസ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ആദ്യം ഒരു സംരംഭം തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും ക്ലാരിറ്റി ഉണ്ടാവേണ്ടത് എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത്. അതുപോലെ തന്നെ പല ബിസിനസ്സുകാർക്കും പലപ്പോഴും പല പ്രോബ്ലംസ് അഭിമുഖീകരിക്കുന്ന കാര്യം, എങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഞങ്ങൾ ട്രേഡ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ എങ്ങനെ വിൽക്കും, എന്ത് ഡിസ്കൗണ്ട് കൊടുക്കും, അല്ലെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കാമോ, കടം കൊടുക്കാമോ, കൊടുത്താൽ അതെങ്ങനെ തിരിച്ചു വാങ്ങും, എങ്ങനെ പുതിയ പുതിയ കസ്റ്റമറെ കണ്ടെത്തും, ഇങ്ങനെ ഒരുപാട് ആശങ്കകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഓരോ പീകളും ആയിട്ട് നമുക്കിതിനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രൈസിങ്ങും പൊസിഷനിങ്ങും ഒക്കെ ബന്ധമുള്ളതാണ്. ഇനി അതുപോലെ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സ്റ്റാഫിനെ എങ്ങനെ കിട്ടും, എങ്ങനെ നല്ല സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അവർക്ക് പീപ്പിൾ എന്ന് പറയുന്ന പി ആയിട്ടായിരിക്കും കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഈ സ്ഥാപനത്തിൽ എങ്ങനെയാണ് വ്യക്തമായിട്ടുള്ള സിസ്റ്റം അല്ലെങ്കിൽ പ്രോസസ്സ് സെറ്റ് ചെയ്യുക, ആ ഒരു പിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇതെല്ലാം കണക്ട് ചെയ്യുന്ന റിസൾട്ടായിട്ടുള്ള പ്രോഫിറ്റ് അത് കിട്ടാത്തതായിരിക്കാം ചിലരുടെ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊരു സീക്വൻസ് ആയിട്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം, ആ സീക്വൻസിൽ തന്നെ ഇടയിൽ വേറെ പീകളല്ല ആദ്യം കണക്ട് ചെയ്യേണ്ടത്, ആ ഓർഡറിൽ തന്നെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ആ 8 പീകളിൽ ആദ്യത്തത് പ്രോബ്ലമാണ്. ഇതൊരുപാട് നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമായിരിക്കും, എന്നിരുന്നാലും ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ഒരു പുതിയ സംരംഭം തുടങ്ങുന്ന ആളുടെ മനസ്സിൽ കറക്റ്റായിട്ടുള്ളൊരു ഉത്തരം വേണ്ടത് ഈ പ്രോബ്ലത്തെ പറ്റിയാണ്. പ്രോബ്ലം മീൻസ് കസ്റ്റമറുടെ പ്രോബ്ലം, കസ്റ്റമറുടെ ബേണിംഗ് പ്രോബ്ലം. നമ്മൾ ശരിക്കും എന്ത് പ്രോബ്ലത്തെയാണ് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്, മാർക്കറ്റിലെ എന്ത് പ്രശ്നത്തെയാണ് നമ്മൾ പരിഹരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് വഴി നമ്മൾ സമീപിക്കുന്ന കസ്റ്റമറുടെ ശരിക്കും തീർത്തിട്ടില്ലാത്ത, അതായത് മറ്റ് സേവനങ്ങൾ വഴി അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള സർവീസ് പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റാളുകൾക്ക് തീർക്കാൻ പറ്റാത്ത എന്ത് പ്രശ്നമാണ് നമ്മൾ പരിഹരിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നിലവിലൊക്കെ ആളുകളുണ്ടെങ്കിലും ഇവരുടെ പ്രശ്നത്തിന് വ്യക്തമായൊരു പരിഹാരം കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ ശരിക്കും ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കസ്റ്റമറെ പഠിക്കുക എന്ന് പറയുന്നതിനേക്കാൾ കസ്റ്റമറുടെ പ്രശ്നത്തെ പഠിക്കുകയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഇതാണ് പ്രോബ്ലത്തെ പറ്റി ഡീറ്റെയിൽ ആയി പറയാനുള്ളത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാബ രാംദേവിനെ പോലുള്ളവരെയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ, പതഞ്ജലിയൊക്കെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഒരു ഹെൽത്തി പ്രൊഡക്ട്സിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ ആദ്യം തന്നെ അദ്ദേഹം ഒരു ഹെൽത്ത് അംബാസഡർ ആവാൻ തുടങ്ങി, ഒരു യോഗ ഗുരു എന്നുള്ള രീതിയിലേക്ക് ബാബ രാംദേവ് വന്നു. പിന്നീട് അദ്ദേഹം നൽകുന്ന പ്രൊഡക്റ്റുകളോ സൊല്യൂഷൻസിനോ മാർക്കറ്റ് സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. ഇത് നമ്മുടെ ആപ്പിളിൻ്റെ സ്റ്റീവ് ജോബ്സോ ഒക്കെ ചെയ്തത് ഇത് തന്നെയല്ലേ. അദ്ദേഹം പറഞ്ഞ കാര്യം ടെക്നോളജി കംസ് ലേറ്റർ, റിസോഴ്സ് കം ലേറ്റർ, കസ്റ്റമർ നീഡ് കം ഫസ്റ്റ് എന്നാണ്. അപ്പോൾ കസ്റ്റമറുടെ നീഡ് മനസ്സിലാക്കി അതിൽ നിന്ന് അദ്ദേഹം ചെയ്തത് റിവേഴ്സ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കാര്യമായിരുന്നു. ആ റിവേഴ്സ് പ്രൊഡക്ഷനാണ് ശരിക്കും റിയൽ ഇന്നോവേഷൻ എന്ന് പറയുന്നത്. റിവേഴ്സ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമറെ പറ്റി വ്യക്തമായി മനസ്സിലാക്കി, അവരുടെ പ്രോബ്ലം മനസ്സിലാക്കി, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി, അതിനനുസരിച്ച് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ശരിക്കും ഏറ്റവും ആദ്യം എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്, പ്രോബ്ലം ആണ് ഫസ്റ്റ് വരേണ്ടത്. അതിൽ നിന്നാണ് റിസർച്ച് നടക്കേണ്ടത്, അതിൽ നിന്നാണ് ഉൽപ്പന്നം ഉണ്ടാവേണ്ടത്. ഒരു 80% സമയവും നമ്മൾ ആദ്യം ബിസിനസ്സിൻ്റെ സമയങ്ങളിൽ ഇനീഷ്യൽ ഡേയ്സിൽ സ്പെൻഡ് ചെയ്യേണ്ടത് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാൻ തന്നെ ആയിരിക്കണം, കസ്റ്റമറുടെ പ്രശ്നത്തെ പറ്റി വ്യക്തമായി പഠിക്കാൻ. ഇനി അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം പ്രോസ്പെക്റ്റ്.
ആരാണ് നമ്മുടെ കസ്റ്റമർ, ഏത് തരത്തിലുള്ള ആളുകളാണ് നമ്മുടെ കസ്റ്റമർ, ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കസ്റ്റമറിൻ്റെ ഏജ് ഗ്രൂപ്പ് എന്താ, അല്ലെങ്കിൽ ഏത് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ, അല്ലെങ്കിൽ എന്ത് ക്വാളിഫിക്കേഷനിൽ, ഏത് മതസ്ഥരായ ആളുകൾ, എന്ത് വിശ്വാസങ്ങളുള്ള ആളുകൾ, എന്ത് ജീവിത രീതിയുള്ള ആളുകൾ, ഏത് ഇൻകം ലെവലിലുള്ള ആളുകൾ, ഏത് സ്ഥലങ്ങളിൽ, ഏത് ലൊക്കേഷനിലുള്ള ആളുകൾ, എന്ത് തൊഴിൽ ചെയ്യുന്ന ആളുകൾ, ഏത് സോഷ്യൽ ക്ലാസ്സിലുള്ള ആളുകൾ, എന്തൊക്കെ താല്പര്യമുള്ള ആളുകൾ, അല്ലെങ്കിൽ ഏത് ജെൻഡറിൽ, മെയിൽ ഓർ ഫീമെയിൽ ആണോ നമുക്ക് കൂടുതൽ, അല്ലെങ്കിൽ എന്ത് തരം കൾച്ചറിൽ ജീവിക്കുന്ന ആളുകൾ, ഏത് മൈൻഡ് സെറ്റിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇത് മാരീഡ് ആയിട്ടുള്ളവരാണോ സിംഗിൾ ആയിട്ടുള്ളവരാണോ, ഏത് തരം ആൾക്കാരായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പോകുന്നത്, എന്തൊക്കെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉള്ള ആളുകളായിരിക്കും. ഇങ്ങനെ ഓരോ കാര്യത്തെയും വ്യക്തമായി തന്നെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ആരായിരിക്കും നമ്മുടെ കസ്റ്റമറായിട്ട് വരാൻ സാധ്യതയുള്ളത്, ഇതിനെയാണ് പ്രോസ്പെക്റ്റ് എന്നുള്ള രൂപത്തിൽ കാണുന്നത്. കാരണം പ്രോസ്പെക്റ്റ് ക്ലിയർ അല്ല എങ്കിൽ നമ്മളെടുക്കുന്ന റിക്രൂട്ട്മെൻറ്റ് വരെ ശരിയാവണമെന്നില്ല. അത്തരം ആളുകൾ ഡീൽ ചെയ്യാനുള്ള ആളുകളെയാണ് നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ ഹയർ ചെയ്യേണ്ടത്, ജോലിക്ക് വെക്കേണ്ടത്. അതനുസരിച്ചായിരിക്കണം പ്രൊഡക്റ്റ് തീരുമാനിക്കേണ്ടത്, അതിനനുസരിച്ചായിരിക്കണം പ്രൈസിങ് തീരുമാനിക്കേണ്ടത്, അതിനനുസരിച്ചായിരിക്കണം വിൽപ്പന രീതി തീരുമാനിക്കേണ്ടത്. അപ്പോൾ കസ്റ്റമറുടെ താല്പര്യങ്ങൾ, അവരുടെ സൈക്കോഗ്രഫി, അവർ ഏത് ലൊക്കാലിറ്റിയിലുണ്ട്, ജിയോഗ്രഫി, അവരുടെ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോപ്പുലേറ്റ് ചെയ്യപ്പെട്ട ആളുകളെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അവരുടെ ഡെമോഗ്രഫി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പ്രോബ്ലം പഠിച്ചു, ആ പ്രോബ്ലത്തിനെ നമ്മൾ പോയി കാണുന്ന അല്ലെങ്കിൽ അത് അഭിമുഖീകരിക്കുന്ന ആളുകൾ, പ്രോസ്പെക്റ്റ് ആരാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്തു. മൂന്നാമത് നമ്മൾ പീപ്പിളിലേക്ക് വരികയാണ്. കാരണം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ. പ്രത്യേകിച്ച് നമ്മൾ സ്റ്റാഫിനെയൊക്കെ റിക്രൂട്ട് ചെയ്യുമ്പോൾ, കാരണം നമ്മുടെ കോർ ടീമിനെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കേണ്ടത് ഒരു ബിസിനസ്സിൻ്റെ വിജയത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മളിവിടെ പറയുന്നത് ഒരു സംരംഭമൊക്കെ തുടങ്ങി വിജയത്തിലേക്ക് പോകുമ്പോൾ ആദ്യം അതിലേക്ക് വന്നു ചേരുന്ന ആളുകൾ വളരെ ഇഫക്റ്റീവായിട്ട് പ്രവർത്തിച്ചാലായിരിക്കും കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹയറിങ്ങിൻ്റെ സമയത്ത്, റിക്രൂട്ട്മെൻറ്റ് സമയത്ത് ആളുകളുടെ സ്കിൽ ഡെവലപ്മെൻറ്റിൽ, അവരുടെ പെർഫോമൻസ് മാനേജ്മെൻറ്റിൽ, അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും റിട്ടൈൻ ചെയ്യുകയും ചെയ്യുന്നതിൽ ക്രിട്ടിക്കൽ റോളുകൾ കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ കണ്ടെത്തി കൊടുക്കണമെങ്കിൽ, മാറ്റങ്ങൾക്ക് വിധേയമാവാൻ, ചേഞ്ച് മാനേജ്മെൻറ്റ് ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ ഇവിടെയൊക്കെ പീപ്പിളിൻ്റെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല്, അവരുടെ ലിസണിങ് പവർ, ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം, കറക്റ്റ് മാൻ പവറിനെ തിരഞ്ഞെടുക്കുകയും അവരെ ബിൽഡ് ചെയ്യാനുമുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാവണം. ടാലൻറ്റ് അക്വിസിഷൻ എന്നുള്ളതായിരിക്കണം നമ്മൾ ഈ സമയത്ത് മുഖ്യമായും കാണേണ്ട കാര്യം. നമ്മുടെ ടീമുമായിട്ട് ഒരുമിച്ചിരിക്കണം, കസ്റ്റമറുടെ പ്രോബ്ലത്തെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കണം, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യണം, അവരിൽ നിന്ന് സൊല്യൂഷൻസ് കൊണ്ടുവരണം. നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ബ്രെയിൻ സ്റ്റോം ചെയ്യണം, അവരുടെ ചിന്തകൾ, അവരുടെ ആശയങ്ങൾ. നമ്മുടെ കസ്റ്റമേഴ്സിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങൾക്ക് എന്താണ് ഇതിന് ഓപ്റ്റ് ചെയ്യാനുള്ള സൊല്യൂഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവരുടെ ഇൻവോൾവ്മെൻറ്റ് കൂടുതൽ കൊണ്ടുവന്ന് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ നല്ല പീപ്പിളിനെ പറ്റി പറഞ്ഞു. നാലാമത്തെ കാര്യം തീർച്ചയായിട്ടും പ്രൊഡക്റ്റാണ്. നമ്മൾ എത്ര മനോഹരമായിട്ട് നമ്മുടെ ഈ പ്രശ്നങ്ങളെ പറ്റി പഠിച്ചു, ആളുകൾ അതിൻ്റെ പ്രോസ്പെക്റ്റിനെ പറ്റി മനസ്സിലാക്കി, ഇനി നമ്മുടെ പീപ്പിളിനെ വെച്ച് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഉൽപ്പന്നം. അപ്പോൾ കസ്റ്റമറിന് എന്താണ് ശരിക്കും ആവശ്യം, അതിന് ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മളുടെ എന്നുള്ള ഉറപ്പ് വരുത്തുക. ഇനിയിപ്പോൾ ഈവൻ നമ്മൾ സർവീസ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ തന്നെ അതൊരു പ്രൊഡക്റ്റായിട്ട് എങ്ങനെ അതിനെ പാക്കേജ് ചെയ്യാം എന്നുള്ളത് നോക്കുക. പിന്നെ ഏത് ചാനലിലൂടെ ആയിരിക്കും നമ്മുടെ ഉൽപ്പന്നം വിൽക്കുന്നത്, B2C, ഡയറക്റ്റ് ടു ഒരു ബിസിനസ് ടു കസ്റ്റമറിലേക്കാണോ, B2B, അതായത് ഹോൾസെയിൽ വഴി അങ്ങനെയാണോ ഡീൽ ചെയ്യണത്, ഇനി ഗവൺമെൻറ്റിന് സപ്ലൈ ചെയ്യണോ, ബിസിനസ് ടു ഗവൺമെൻറ്, B2G, അല്ലെങ്കിൽ ഇനി B2C എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. B2Bയും അതിൽ നിന്ന് B2Cയും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇനി ഓൺലൈൻ വഴി O2O വഴി, ഓൺലൈൻ ടു ഓഫ്ലൈൻ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ പല രൂപത്തിലാവാം. അപ്പോൾ പ്രൊഡക്റ്റ് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ ഒരു അസറ്റ് ലൈറ്റ് മോഡലായിരിക്കണം എപ്പോഴും ഉണ്ടാവേണ്ടതെന്ന് ഉറപ്പ് വരുത്തുക. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് പറയാനുള്ള കാര്യമാണ് അസറ്റ് ലൈറ്റ് മോഡൽ. കാരണം ഒരു സംരംഭമൊക്കെ തുടങ്ങുന്ന സമയത്ത് ആദ്യം തന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്രാസ്ട്രക്ചറിലും മെഷീനറിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണേക്കാൾ മുമ്പ് ആ ഉൽപ്പന്നത്തിന് മാർക്കറ്റ് ഉണ്ടോ എന്നൊക്കെ വ്യക്തമായി നോക്കി ഘട്ടം ഘട്ടമായിട്ട് മാത്രം അതിലേക്ക് കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യുക. ഇതിലേക്കാണ് അസറ്റ് ലൈറ്റ് മോഡൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൂടുതൽ ഉൽപ്പന്നം പ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാൽ റേറ്റ് കുറയ്ക്കാനോ കോസ്റ്റ് കുറയ്ക്കാനോ ഉള്ള ചാൻസ് ഉണ്ടോ എന്ന് നോക്കുക. എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്ന കാര്യമൊക്കെ ഡെവലപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് പ്രൊഡക്റ്റ് സൈഡിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ഏറ്റവും ആദ്യം പലർക്കും സംഭവിക്കുന്ന ഒരു വലിയ പിഴവ് എന്ന് വെച്ചാൽ എൻ്റയർ മാർക്കറ്റിൽ, ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയിൽ ഇറക്കുന്ന ഒരു ഉൽപ്പന്നം ഓൾ ഓവർ ഇന്ത്യ ഒരുമിച്ച് ലോഞ്ച് ചെയ്യും.
ഇപ്പോൾ ദൂദ്വാല.com ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അവർക്ക് പറ്റിയ മിസ്റ്റേക്ക് അതായിരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മാർക്കറ്റിലും റീ എൻട്രി സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് വരികയാണ്. അതിന് പകരം ഇപ്പോൾ നോക്കുക, നമ്മളൊരു കാറ് ഭയങ്കര സ്പീഡിൽ ഓടിച്ച് പോകുമ്പോൾ സ്റ്റിയറിങ്ങിൽ ചെറിയ ഒരു പിഴവ് വന്നാൽ തന്നെ പെട്ടെന്ന് ആക്സിഡൻറ്റ് ഉണ്ടാവും. നേരെ മറിച്ച് പതിയെ പോകണമെങ്കിൽ ഒന്ന് കൈവിട്ട് പോയാലും അത് പെട്ടെന്ന് കറക്റ്റ് ചെയ്തെടുക്കുക. അതായത് ചെറിയ മാർക്കറ്റിൽ ആദ്യം ലോഞ്ച് ചെയ്ത്, നമ്മളൊരു ടാർഗറ്റ് മാർക്കറ്റിൽ ആദ്യം ലോഞ്ച് ചെയ്ത് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ട് വലിയ മാർക്കറ്റിലേക്ക് പോകുക എന്നുള്ളതാണ് പ്രൊഡക്റ്റ് സൈഡിൽ എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാര്യം. കാരണം ഇവിടേക്കാണ് ആളുകൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്, കൂടുതൽ മാർക്കറ്റിംഗ് കോസ്റ്റ്, കൂടുതൽ കടമൊക്കെ കൊടുക്കേണ്ടി വരിക. ഇതൊക്കെ പഠിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അഞ്ചാമത്തെ കാര്യം പ്രൈസിങ് ആൻഡ് പൊസിഷനിങ് ആണ്. പ്രൈസ് നിശ്ചയിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭംഗിയായി പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസൃതമായ പ്രൈസിങ് ചെയ്യാൻ പറ്റും. മാർക്കറ്റിംഗ് ക്യാമ്പയിൻ എന്ത് ചെയ്യണം, എങ്ങനെയാണ് ആളുകളിൽ ഒരു ഹുക്ക് ഇടുക, അതായത് ഹുക്ക് മീൻസ് അവർ നമ്മളെ ഓർമ്മിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, പ്രൊഡക്റ്റിനെ എങ്ങനെ കൊണ്ടുവന്ന് പൊസിഷൻ ചെയ്യണം. ചില പ്രൊഡക്റ്റുകളൊക്കെ ആദ്യം സാമ്പിൾ ചെയ്യുക, അല്ലെങ്കിൽ ഫ്രീ കൊടുത്ത് പിന്നെ പ്രീമിയം ചാർജ് ചെയ്യുന്ന ഫ്രീമിയം പോലത്തെ മോഡലുകളുണ്ട്. അല്ലെങ്കിൽ ആകെപ്പാടെ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന പെനിട്രേഷൻ സ്ട്രാറ്റജി ഉണ്ട്, ക്രോസ് പ്രൊമോഷൻ സ്ട്രാറ്റജി ഉണ്ട്, ബ്രാൻഡിന് എങ്ങനെ ലോയൽറ്റി ഉണ്ടാക്കണം, കോസ്റ്റ് എഫക്റ്റീവായ എന്തൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ചെയ്യണം. ഇതൊക്കെയാണ് പ്രൈസിങ്ങും പൊസിഷനിങ്ങുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ, ഒരു കസ്റ്റമറെ കണ്ടെത്തുന്നതിന് എന്ത് ചിലവ് വരും, ഇതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഇവിടെയാണ് പ്ലാൻ ചെയ്ത് പോകേണ്ടത്. ഇനി ആറാമത്തെ പിയിലേക്ക് നമ്മൾ പോവുകയാണ്, പ്രോസസ് ആൻഡ് പെർഫോമൻസ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അത് ശരിക്കും അതിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്ന ഭാഗം, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സ്ട്രോങ് ആവുന്നത് എന്തൊക്കെ പ്രോസസ്സുകൾ ആ സ്ഥാപനത്തിലുണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇപ്പോൾ നമ്മൾ ഈ 5P വരെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഇനി കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് പ്രോസസ്സും നമ്മുടെ ടീമിലുള്ള ആളുകൾ, നമ്മുടെ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് ഉറപ്പുവരുത്താനുള്ള കാര്യങ്ങളാണ്. ഇതാണ് ശരിക്കും സ്ഥാപനത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നത്, നല്ല ഉൽപ്പാദനശേഷി ആളുകൾക്ക് ഉണ്ടാക്കുന്നത്, പുതിയ ബ്രാഞ്ചുകൾ, പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ, പുതിയ സംവിധാനങ്ങളിലേക്കൊക്കെ പോകാൻ വഴിതെളിയിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലെ എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറുകൾ, സിസ്റ്റം, പ്രോപ്പറായിട്ടുള്ള റിപ്പോർട്ടിംഗ് സംവിധാനം, മീറ്റിങ്ങുകൾ, ഇതൊക്കെ കൊണ്ടുവരുന്ന സമയമായി. ഇനി അത് കഴിഞ്ഞാൽ അടുത്ത കാര്യം, ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടി, ഏഴാമത്തെ P ആയ പ്രോഫിറ്റിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, CBA, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പലപ്പോഴും ചിലവുകൾ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് എന്ത് വരവുണ്ട്, അതിൽ നിന്ന് എന്ത് നേട്ടമുണ്ടാവും എന്നുള്ളത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തന്നെ കാര്യങ്ങൾ ചെയ്യുക. ബഡ്ജറ്റിംഗ് ഉറപ്പായിട്ടും ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രോഫിറ്റ് മേക്കിംഗ് എൻഷുർ ചെയ്യാൻ പറ്റും. എവിടെയൊക്കെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും, സെയിൽസ് എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും, സെയിൽസിലെ ടാർഗറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ സീസണിൽ നമുക്ക് കൂടുതൽ ലാഭം എക്സ്പെക്റ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ പ്രോഫിറ്റിലാണ് പ്ലാൻ ചെയ്യേണ്ടത്. ഇനി നമ്മൾ അവസാനമായിട്ട് പറയുന്നത്, ഇതെല്ലാം പറയുമ്പോഴും പർപ്പസ് ക്ലിയർ ആയിരിക്കണം. എന്താണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ വിഷൻ, എന്താണ് സ്ഥാപനത്തിൻ്റെ മിഷൻ, എന്തിലേക്കാണ് ദീർഘദൂരം നമ്മൾ എത്തിച്ചേരേണ്ടത്, അതിനുവേണ്ടി എന്താ നമ്മൾ ചെയ്യുന്നത്, ഈ മാസം അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണ്, ഈ വർഷം നമ്മുടെ ലക്ഷ്യം എന്താണ്, ഇതൊക്കെ എല്ലാവർക്കും, കൂടെയുള്ള ആളുകൾക്കൊക്കെ ക്ലാരിറ്റി ഉണ്ടാവുക. അങ്ങനെ ചെയ്തു പോകുമ്പോൾ ഈ പർപ്പസ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു ഗോൾഡൻ സ്റ്റേറ്റ്മെൻറ്റും കൂടെ ഞാൻ പറയുകയാണ്. ഇതൊക്കെ പറയുമ്പോഴും റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് വളരെ നെസസറി ആണ്, എന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുള്ളൂ. റിപ്പീറ്റേഷൻ ഇസ് ദ മദർ ഓഫ് സ്കില്ലിംഗ് എന്ന് പറയും. അതായത് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ടീമിന്, ഇപ്പം ഞാൻ പറഞ്ഞ 8 കാര്യങ്ങളും വളരെ സിമ്പിളാണ്, പക്ഷേ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക എന്നുള്ള ഒരു സംരംഭകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ടീമിന് ഇതിലേക്ക് മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക. അപ്പം നമ്മളിന്ന് പറഞ്ഞ ഈ 8 Pകളും ഞാൻ വിചാരിക്കുന്നു നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അത് ഒരു ഉണർവിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഉഷാറായിട്ട് തന്നെ ഒരു പുതിയ സംരംഭം തുടങ്ങുന്ന ആൾക്ക് ഒരു ഐഡിയ കിട്ടാൻ നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കസ്റ്റമറുടെ ആ പ്രോബ്ലത്തിൽ നിന്ന് തുടങ്ങി പർപ്പസിലേക്ക് എത്തുന്ന ഓരോ Pകളും ഫോക്കസ് ചെയ്ത് തന്നെ ബിസിനസ് ചെയ്യുക, ബിസിനസ്സിൽ സക്സസ്ഫുൾ ആകുക. താങ്ക് യു.